ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ സമരാഗ്നിക്ക് കാസർകോട് തുടക്കം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യത്തിലാണ് കെപിസിസിയുടെ സമരാഗ്നി. എസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്തു. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാൻ കാസർകോട് നിന്ന് ചേരുന്നുണ്ട്. ഷഫീഖ്, നേതാക്കളും പ്രവർത്തകരുമൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കെ.സി. വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഈ പരിപാടിക്ക് എത്തിയിട്ടുണ്ടോ? ഉദ്ഘാടനം ഉടൻ തന്നെ ഉണ്ടാകുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ സമരാഗ്നി യാത്രയ്ക്ക് കാസർകോട് തുടക്കമാവുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യത്തിലാണ് കെപിസിസിയുടെ സമരാഗ്നി. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് യാത്ര നയിക്കുക. എസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കെ.സി. വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്യുമെന്നാണ് കരുതുന്നത്. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് ഈ ഒരു യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യത്തിലാണ് കെപിസിസി ഇങ്ങനെയൊരു യാത്ര സംഘടിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നഗരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമുള്ള മഹാജനസഞ്ചയമാണ് ഈ കാസർഗോഡ് സമരാഗ്നി ജാഥയുടെ ഉദ്ഘാടനത്തിലേക്ക്. നമ്മുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പർമാർ, നമ്മുടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, നമ്മുടെ എംപിമാർ, നമ്മുടെ എംഎൽഎമാർ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ തുടങ്ങി മുഴുവൻ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് കേരള ജനതയുടെ മഹാപ്രതിഷേധത്തിന്റെ അലകൾ തീർക്കുന്നതായ സമരാഗ്നി ജനകീയ പ്രക്ഷോഭ ജാഥ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ പ്രക്ഷോഭ ജാഥയിലേക്ക് കടന്നു വന്ന മുഴുവൻ നേതാക്കന്മാരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മുഴുവൻ നേതാക്കന്മാരും അതാത് ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയും ബഹുമാന്യനായ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പ്രവർത്തകർ മുഴുവൻ അതാത് ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയും ഈ നഗരിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായ തരത്തിലാണ് പ്രവർത്തകന്മാരുടെ മഹാബാഹുല്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു ചരിത്ര സംഭവത്തിന് നമ്മൾ സാക്ഷ്യം കൊടുക്കുകയാണ്. നമ്മൾ നമ്മുടെ പരിപാടികളിലേക്ക് സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേർന്നു എന്നാണ് കരുതുന്നത്. യാത്ര ആരംഭിച്ചോ? ദിവ്യ, കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി എന്ന പേരിട്ട ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് തുടക്കമാവുകയാണ്. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് അതിന്റെ ഉദ്ഘാടന പരിപാടികൾ നടക്കുന്നത്. ഉദ്ഘാടന വേദിയിലേക്ക് ഇപ്പോൾ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെയും ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും എസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, ദീപാദാസ് മുൻഷി എന്നിവരെയും പ്രകടനമായി ആനയിച്ച് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. വിദ്യാനഗർ കോളേജ് പരിസരത്ത് നിന്നാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നേതാക്കളെ വേദിയിലേക്ക് ആനയിച്ച് എത്തിച്ചിരിക്കുന്നത്. എസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ സമരാഗ്നിക്ക് തിരിതെളിയിക്കും. അതിന്റെ ഉദ്ഘാടന പരിപാടികൾ അതിന്റെ നേരത്തെ തന്നെ ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും 4 മണിയോടുകൂടി തന്നെ എത്തിച്ചേർന്നിരുന്നു. ഏതാണ്ട് 25,000-ഓളം ആളുകൾ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിൽ നിറയെ എന്ന് തന്നെ പറയാം ആളുകൾ, പ്രവർത്തകർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉച്ച മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം ബസ്സുകളിലും വാഹനങ്ങളിലും ഒക്കെയായി പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട്
പ്രവർത്തകരെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നേതാക്കൾ, പ്രധാനപ്പെട്ട ജാഥ ലീഡർമാരടക്കമുള്ള നേതാക്കൾ എല്ലാവരും ആ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ ഔദ്യോഗികമായ തുടക്കമാണ് നടക്കേണ്ടത്. KC വേണുഗോപാൽ അല്പസമയത്തുള്ളിൽ തന്നെ ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. രമേശ് ചെന്നിത്തലയും ശശി തരൂരും അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ആ വേദിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്തെ UDF-ന്റെ കോൺഗ്രസിന്റെ MPമാർ, MLA-മാർ തുടങ്ങി നിരവധിയായ നേതാക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും ഒക്കെയായി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. P. സിദ്ദിഖിനാണ് സംഘാടക സമിതിയുടെ ഇതിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. സിദ്ദിഖ് അടക്കമുള്ള നേതാക്കളൊക്കെ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. വലിയ ആകാംക്ഷയിലാണ്, വലിയ പ്രതീക്ഷയിലാണ് നേതാക്കൾ ഉള്ളത്. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ സമരാഗ്നി എന്ന ജനകീയ പ്രക്ഷോഭ യാത്രയിലൂടെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് KPCC ഇത്തരത്തിലൊരു ജാഥ സംഘടിപ്പിക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, KPCC അധ്യക്ഷൻ മാത്രമല്ല, ജാഥയിൽ പ്രതിപക്ഷ നേതാവും ജാഥയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നു. ഇരുവരും ഒരുമിച്ചാണ് ഇത്തരത്തിലൊരു ജാഥ സംഘടിപ്പിക്കുന്നത് എന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബൂത്ത് തലം മുതൽ തന്നെ ആളുകളെ, പ്രവർത്തകരെ, പാർട്ടി സംവിധാനത്തെ ഒക്കെ ഒരുക്കുക, സജ്ജമാക്കുക എന്നതാണ് ഈ ജാഥയിലൂടെ പ്രധാനമായും ലക്ഷ്യം എന്ന് തന്നെ നമുക്ക് പറയാം. അതിനൊപ്പം നിരവധി സർക്കാരിനെതിരായ നിരവധി ആരോപണങ്ങളുണ്ട്. സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ ഒരുപാടുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളോട് വിശദീകരിക്കുക എന്നതാണ് ഈ ജാഥയുടെ ലക്ഷ്യം. അതിനിടയിൽ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ആളുകളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും നേതാക്കൾ ഈ അവസരത്തിൽ സമയം കണ്ടെത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇപ്പോൾ കാസർഗോഡേക്ക് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഉദ്ഘാടന പരിപാടി കഴിയുന്നു. നാളെയാണ് കാസർഗോഡ് ഇത്തരത്തിൽ നേതാക്കൾ ഈ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. അത് എൻഡോസൾഫാൻ ദുരിതബാധിതർ, ഒപ്പം തൊഴിലുറപ്പ് തൊഴിലാളികൾ, പെൻഷൻ കിട്ടാതെ വിഷമിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലെ കാർഷിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ, അത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് നേതാക്കളുടെ കൂടിക്കാഴ്ച. അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് 2:30 ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. കണ്ണൂർ ജില്ലയിൽ 2 സ്വീകരണ കേന്ദ്രങ്ങളാണുള്ളത്, മട്ടന്നൂരിലും കണ്ണൂരിലും. അതിനുശേഷം ജാഥ അടുത്ത ദിവസം വടകരയിലേക്കാണ്, കോഴിക്കോട് ജില്ലയിലേക്കാണ്. അങ്ങനെ ഈ മാസം 29 വരെയാണ് ജാഥ പ്രയാണം നടത്തുക. 29-ന് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ ജാഥ സമാപിക്കും. അതിനിടയിൽ 30 സ്വീകരണ കേന്ദ്രങ്ങളാണ് ജാഥ പിന്നിടുക. 14 ജില്ലകളിലെ 30 സ്വീകരണ കേന്ദ്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ കാസർഗോഡും വയനാടും അടക്കമുള്ള സ്ഥലങ്ങളിൽ 1 സ്വീകരണ കേന്ദ്രം മാത്രമാണുള്ളത്. മറ്റു ചില ജില്ലകളിലേക്ക് എത്തുമ്പോൾ അവിടെ 2-3 സ്വീകരണ കേന്ദ്രങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ആകെ സംസ്ഥാന വ്യാപകമായി 30 സ്വീകരണ കേന്ദ്രങ്ങൾ. അതിലേക്ക് പരമാവധി ആളുകളെ എത്തിക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം, സംഘാടകരുടെ ലക്ഷ്യം. കാരണം UDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരു അഭിമാന പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അത്തരത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്ന് UDF-ന് നേടിക്കൊടുക്കുക എന്നതാണ് UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയൊക്കെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 30 പൊതുസമ്മേളനങ്ങൾ ജാഥയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ 3 വീത സമ്മേളനങ്ങൾ, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 2 വീതം, കാസർഗോഡ്, വയനാട്, 12 ജില്ലകളിൽ ഓരോ പൊതുയോഗം നടക്കും. അങ്ങനെ 30 പൊതുയോഗങ്ങളാണ് സംസ്ഥാന വ്യാപകമായി നടക്കുക. കോഴിക്കോട് കടപ്പുറം, കൊച്ചി മറൈൻ ഡ്രൈവ്, തൃശൂർ തേക്കിൻകാട് മൈതാനം, തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം എന്നിവിടങ്ങളിൽ ഇതിന്റെ ഭാഗമായി റാലികളും സംഘടിപ്പിക്കും. 29-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് പൊതുസമ്മേളനം നടക്കുക. എന്തായാലും നിലവിൽ സംഘടനാ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ACC സെക്രട്ടറി ദീപാദാസ് മുൻഷി, രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ജാഥ ക്യാപ്റ്റന്മാർ 2 പേരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക്
അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കുകയാണ്. ദിവ്യ. ശരി. ഈ മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ കണ്ണീര് ഏറെ പ്രിയങ്കരനായ ശ്രീ ടി കെ ഫൈസൽ.